ഹായ് മക്കളെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 2 ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ആണ്, ദ വില്ലേജ് ഓഫ് ബേർഡ്സ്. ഇത് പൂപ്പയിലുള്ള ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒരു പിക്ചർ കാണാം, ബേർഡ്സ് എല്ലാം കുറേ ബേർഡ്സൊക്കെ ഉള്ളൊരു പിക്ചർ കാണാം. അപ്പോൾ നമ്മൾ ബട്ടർഫ്ലൈ എന്ന ബുക്കിലുള്ള ആ ഒരു സ്റ്റോറിയാണ് ഫസ്റ്റ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ ആ സ്റ്റോറി വായിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ളത്. ആക്ടിവിറ്റി 1, ഡു യു ലൈക്ക് ടു മേക്ക് എ പൂക്കളം? കളർ ദ പൂക്കളം ഗിവൺ ബിലോ. അപ്പോൾ താഴെ ആക്ടിവിറ്റി 1 ഒരു പൂക്കളം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കാം, കളറ് കൊടുത്ത് ഭംഗിയാക്കാം. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി 2, വിച്ച് ആർ ദ ഫെസ്റ്റിവൽസ് ദാറ്റ് വി സെലിബ്രേറ്റ്? റൈറ്റ് ദ നെയിം ഓഫ് ദ ഫെസ്റ്റിവൽസ് ബിലോ ഈച്ച് പിക്ചർ. ഇപ്പോൾ താഴെയുള്ള പിക്ചർ ഏതൊക്കെ ഫെസ്റ്റിവൽ ആണെന്നുള്ളത് ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലൂസ് നോക്കിയിട്ട് നമ്മൾ ഹെൽപ്പ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഹെൽപ്പ് ബോക്സ് നോക്കിയിട്ട് നമ്മൾ ആ ഫെസ്റ്റിവലിൻ്റെ പേര് എഴുതിയാൽ മതി. ആദ്യത്തെ പിക്ചർ ക്രിസ്മസിൻ്റെ ആണ്, രണ്ടാമത്തെ പിക്ചർ ഈദ് ഉൽ ഫിത്തറിൻ്റെ ആണ്, മൂന്നാമത്തെ പിക്ചർ ഓണം, നാലാമത്തെ പിക്ചർ ദീപാവലി. ഇനി ആക്ടിവിറ്റി 3 ആണ് നെക്സ്റ്റ്. ആക്ടിവിറ്റി 3 റീഡ് ദ സ്റ്റോറി. ഒരു സ്റ്റോറിയാണ് നമുക്ക് തന്നിട്ടുള്ളത്, അത് നമ്മൾ വായിക്കുക. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ആർ ട്വിൻസ്. ദേ ലിവ് ഇൻ ഹരിതഗിരി വില്ലേജ്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നമുക്ക് ഹരിതഗിരി വില്ലേജിനെ പറ്റിയും ആ ഹരിതഗിരി ഗ്രാമത്തിൽ അവർ നടത്തുന്ന വർഷം തോറും നടത്തുന്ന ഒരു ഉത്സവത്തിനെ കുറിച്ചുമാണ് പറയുന്നത്. ഒരു ബേർഡ്സിൻ്റെ ഉത്സവം, ഒരു പക്ഷികൾക്ക് വേണ്ടി അവർ നടത്തുന്ന ഒരു ഉത്സവത്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും ട്വിൻസാണ്, ഇരട്ടകളാണ്. ട്വിൻസ് എന്ന് പറയുമ്പോൾ ഇരട്ട കുട്ടികളാണ്. അവർ താമസിക്കുന്നത് ഹരിതഗിരി വില്ലേജിലാണ്, ഹരിതഗിരി ഗ്രാമത്തിലാണ് അവർ താമസിക്കുന്നത്. എവറി ഇയർ ദർ ഈസ് എ ഫെസ്റ്റിവൽ ഇൻ ദെയർ വില്ലേജ്. അപ്പോൾ എല്ലാ വർഷവും അവരുടെ ഹരിതഗിരി ഗ്രാമത്തിൽ ഒരു ഉത്സവം നടത്താറുണ്ട്. ട്രീസ് ബ്ലൂം ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ സീസൺ. അപ്പോൾ ഈ ഫെസ്റ്റിവലിൻ്റെ ഈ ഉത്സവത്തിൻ്റെ സമയത്താണ് പൂക്കൾ ഉണ്ടാവുന്നത്. മരങ്ങളിലും ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാകുന്ന ആ ഒരു സമയത്താണ് ഇവർ ഈ ഒരു ഉത്സവം നടത്തുന്നത്. പീപ്പിൾ ഓഫ് ഹരിതഗിരി ഡെക്കറേറ്റ് ദിയർ ഹൗസസ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. അപ്പോൾ ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് എല്ലാവരും എന്ത് ചെയ്യും? അവരവരുടെ വീടുകൾ അലങ്കരിക്കും. എല്ലാവരും അവരുടെ വീട് അലങ്കരിച്ച് മനോഹരമാക്കും. ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. അപ്പോൾ ഉത്സവത്തിൻ്റെ സമയമെത്തി, ആ ഒരു ഉത്സവ സീസൺ വന്നു. ഉത്സവത്തിന് ആ ഒരു സമയത്ത് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദർ ഹൗസ്. ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്യാൻ തുടങ്ങി? അവരുടെ വീട് അലങ്കരിക്കാൻ തുടങ്ങി. കണ്ടോ പിക്ചർ? അവരുടെ വീട് അലങ്കരിക്കുകയാണ്. ആക്ടിവിറ്റി 4, ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ ആർ ഡെക്കറേറ്റിംഗ് ദർ ഹൗസ് ഫോർ ദ ഫെസ്റ്റിവൽ. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും കൂടെ അവരുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാണ്. ആ പിക്ചർ നമ്മൾ കണ്ടു അല്ലേ? ഇനി നമ്മളോടൊരു ആക്ടിവിറ്റി ചോദിച്ചിട്ടുള്ളത് എന്താണ്? ഹെൽപ്പ് ദം ഡെക്കറേറ്റ് ദെയർ ഹൗസ്. അവരുടെ വീട് അലങ്കരിക്കാൻ സഹായിക്കാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. യു ക്യാൻ യൂസ് ദ ഡെക്കറേറ്റീവ്സ് ഷോൺ ബിലോ. ഇപ്പോൾ താഴെ നമുക്ക് കുറേ ഡെക്കറേറ്റീവ്സ് തന്നിട്ടുണ്ട്. അത് അലങ്കാര വസ്തുക്കൾ, അലങ്കരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തോരണങ്ങളും ബൾബുകളും ചെറിയ ബോളുകളും പൂക്കളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അലങ്കരിക്കാൻ പോകുന്നത് എന്നുള്ളത് കളറടിച്ച് ആദ്യമേ ചിത്രം വരച്ച് ചേർത്തിട്ട് പിന്നെ അതിന് നിറം കൊടുക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഫ്ലവേഴ്സ് ഉണ്ട്, ബലൂൺ ഉണ്ട്, ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു വീടിനെ നമ്മൾ മനോഹരമാക്കി ഡെക്കറേറ്റ് ചെയ്യണം, ഒന്ന് അലങ്കരിച്ച് കൊടുക്കണം. ഇനി അടുത്തൊരു പിക്ചർ തന്നിട്ടുണ്ട്. ആ ഒരു പിക്ചറിനകത്തും നമ്മൾ തോരണങ്ങളാണ് തന്നിട്ടുള്ളത്. ബൾബിൻ്റെ ഷേപ്പിലുള്ള തോരണങ്ങൾ, ത്രികോണാകൃതിയിലുള്ള തോരണങ്ങൾ. അപ്പോൾ ഈ തോരണങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ വരച്ച് ചേർക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നിറം കൊടുത്ത് മനോഹരമാക്കണം. ആക്ടിവിറ്റി 5, Twinkle and Dimple decided to invite their friend Nila for the festival. They called Nila on phone. Complete their conversation. അപ്പോൾ ഡിംപിളും ട്വിങ്കിളും കൂടി അവരുടെ ഒരു ഫ്രണ്ടിനെ, ഒരു സുഹൃത്തിനെ അവർ ക്ഷണിക്കുകയാണ് അവരുടെ വീട്ടിലേക്ക്. ഈ ഒരു ഉത്സവത്തിന് വേണ്ടി ക്ഷണിക്കുകയാണ്. അപ്പം നില എന്നാണ് ആ കുട്ടിയുടെ പേര്. അവരുടെ ഫ്രണ്ടിൻ്റെ പേരെന്താണ്? നില. അപ്പം നിലേനെ വിളിച്ചിട്ട് ഇവർ ഫോണിൽ കൂടിയാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുമ്പോൾ അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഒരു കോൺവെർസേഷൻ എഴുതാം. ട്വിങ്കിൾ, ഹലോ നില, വിൽ യു കം ടു അവർ വില്ലേജ് ഫോർ ഫെസ്റ്റിവൽ? ഹലോ നില, നീ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുമോ, ഞങ്ങളുടെ ഉത്സവത്തിന് വരുമോ ചോദിക്കും. യെസ് ഐ വിൽ കം. അപ്പം നില എന്താ പറയണത്? ഞാൻ വരാം.
ശരി ഞാൻ വരാമെന്ന് പറയും. ഹൗ വിൽ യു കം? അപ്പം നീ എങ്ങനെയായിരിക്കും വരിക? ഐ വിൽ കം ബൈ ബൈസിക്കിൾ. ഞാൻ സൈക്കിളിന് വന്നോളാം എന്നാണ് നില പറയുന്നത്. ഇനി വേണമെങ്കിൽ നമുക്കത് മാറ്റി പിടിക്കാം. ഐ വിൽ കം വിത്ത് മൈ ഫാദർ എന്നോ, അല്ലെങ്കിൽ ഐ വിൽ കം വിത്ത് മൈ ബ്രദർ എന്നോ, ഐ വിൽ കം ഇൻ കാർ വിത്ത് മൈ ഡാഡി. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതി ചേർക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. എങ്ങനെ വരും എന്നുള്ളതിന് നമുക്കൊരു വേറെ ആൻസേഴ്സും നമുക്ക് ഇതിനകത്ത് ചേർക്കാം. Activity 6. How is your village or town? Draw, color and describe it. അപ്പോൾ ഞാനിത് വരച്ചിട്ടില്ല. എൻ്റെ വില്ലേജിനെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്, വരച്ചിട്ടില്ല. മൈ വില്ലേജ് ഈസ് ലൈക്ക് എ പിക്ചർ പെയിൻറ്റഡ് ഇൻ ഗ്രീൻ ആൻഡ് ബ്ലൂ. നീലയും പച്ചയും കൊണ്ട് വരച്ചിരിക്കുന്ന ഒരു ചിത്രം പോലെയാണ് എൻ്റെ ഗ്രാമം. യു വിൽ സീ എൻഡ്ലെസ് സ്ട്രെച്ചസ് ഓഫ് പാഡി ഫീൽഡ്സ് വേവിങ് ഇൻ ദ വിൻഡ്. നിങ്ങൾക്ക് നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ കാണാൻ പറ്റും. ഈ നെൽപ്പാടങ്ങൾ കാറ്റിലിങ്ങനെ ആടി ഉലഞ്ഞ് നിൽക്കുകയായിരിക്കും. ബോർഡേഡ് ബൈ കോക്കനട്ട് പാംസ്. അതിൻ്റെ വരമ്പുകളിൽ ദാറ്റ് ലൈൻ ദ നാരോ മഡ് റോഡ്. അതിൻ്റെ വരമ്പുകളിൽ എന്തുണ്ടാകും? തെങ്ങുകളുണ്ടാകും. തെങ്ങുകൾ ഇങ്ങനെ ബോർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിര് തിരിച്ച് തെങ്ങുകൾ വെച്ചിട്ടുണ്ടാകും. സ്മോൾ ഹൗസസ് വിത്ത് സ്ലോപ്പിംഗ് ടൈൽഡ് റൂഫ്സ്. ചെറിയ ഓടിട്ട വീടുകളാണ്. ഓടിൻ്റെ വീടുകളാണ്. സ്ലോപ്പിംഗ് ടൈൽഡ് റൂഫ്സ് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ ഓട് വീടുകൾ, സ്ലോപ്പായിട്ടുള്ള ചരിഞ്ഞ ഓടിട്ട വീടുകളായിരിക്കും. എ കാം ബാക്ക് വാട്ടർ ഓർ എ സ്മോൾ കനാൽ യൂഷ്വലി ഫ്ലോസ് ത്രൂ ദ ഹാർട്ട് ഓഫ് ദ വില്ലേജ്. ഈ ഗ്രാമത്തിൻ്റെ നടുവിലൂടെ, ഹൃദയഭാഗത്തുകൂടെ എന്താ ഒഴുകുന്നുണ്ടാകും? ഒരു കായലോ നദിയോ അല്ലെങ്കിൽ ഒരു കനാലോ ഒഴുകുന്നുണ്ടാകും. ദ എയർ ഈസ് ഫിൽഡ് വിത്ത് ദ സൗണ്ട് ഓഫ് ബേർഡ്സ് ആൻഡ് റസ്ലിംഗ് ഓഫ് ലീവ്സ്. ഈ ഗ്രാമത്തിലൂടെ വരുന്ന കാറ്റിന് പക്ഷികളുടെ ചില കലപില ശബ്ദവും ഇലകൾ കാറ്റിലാടുന്ന ശബ്ദവുമായിരിക്കും. മൈ വില്ലേജ് ഇസ് റിച്ച് ഇൻ കൾച്ചർ, ഹാർമണി ആൻഡ് ഡീപ്പ് കണക്ഷൻ വിത്ത് നേച്ചർ. എൻ്റെ ഗ്രാമം പാരമ്പര്യത്തിലും അതുപോലെ സന്തോഷത്തിലും ഒത്തുചേരലിലും പ്രകൃതിയോടുള്ള ഒത്തുചേരലിലൊക്കെ വളരെ മുന്നിലാണ് എന്നാണ്, വളരെ സമ്പന്നമാണ് എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. Activity 7. During the festival, the villagers do not blow the horns of vehicles. One day, a man on a motorbike came there. Complete the conversation between the man and the children. അപ്പോൾ ഈ ഉത്സവത്തിൻ്റെ സമയത്ത് ഈ ഗ്രാമവാസികൾ ആരും വാഹനങ്ങളിൽ ഹോൺ അടിക്കില്ല. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേർഡ്സ് എല്ലാവരും പേടിച്ച് പറന്നു പോകും. അതുകൊണ്ട് ഇവർ ഹോൺ അടിക്കില്ല. അപ്പോൾ ഒരു ദിവസം ഒരു മോട്ടോർ ബൈക്കിൽ വന്നൊരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്ത് ചെയ്തു? ഹോൺ അടിച്ചു. അപ്പോൾ ആ മനുഷ്യനും കുട്ടികളും കൂടിയുള്ളൊരു കോൺവേഴ്സേഷൻ, ഒരു സംഭാഷണമാണ് അടുത്തതുള്ളത്. അത് നമ്മൾ കംപ്ലീറ്റ് ആക്കണം. സർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. കുട്ടികൾ പറയണം, സർ പ്ലീസ് ഡോണ്ട് ബ്ലോ ദ ഹോൺ. ആ ഹോൺ അടിക്കരുത്, ദൈവത്തെ ഓർത്ത് ദയവ് ചെയ്ത് ഹോൺ അടിക്കരുത്. അവർ ഇച്ചിരി റൂഡായിട്ടായിരിക്കും പറയണത്. കാരണം നമ്മുടെ നാട്ടിൽ കൂടെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ വിടില്ലല്ലോ അല്ലേ? വാട്ട് ഹാപ്പൻഡ്? വൈ കാണ്ട് ഐ ബ്ലോ ദ ഹോൺ? അപ്പോൾ ഈ മനുഷ്യൻ ചോദിക്കുകയാണ്, എന്ത് പറ്റി, എനിക്കെന്താ ഹോൺ അടിക്കാൻ പാടില്ല ചോദിക്കും. ഇറ്റ്സ് അവർ വില്ലേജ് ബേർഡ്സ് ഫെസ്റ്റിവൽ. ഇഫ് യു ബ്ലോ ഹോൺസ് ദ ബേർഡ്സ് വിൽ ഗെറ്റ് ഫ്രൈറ്റൻഡ്. സോ till the festival ends we don't blow the horns in this village. അപ്പോൾ ഇവർ പറയുകയാണ്, ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ ബേർഡ്സിൻ്റെ പക്ഷികളുടെ ഒരു ഉത്സവമാണ്. ഇപ്പോൾ നമ്മൾ ഹോൺ മുഴക്കുകയാണെങ്കിൽ ഈ പക്ഷികൾ പേടിച്ചിട്ട് പിന്നെ വരില്ല, അവർ പറന്നു പോകും, അവർ പേടിക്കും. അതുകൊണ്ട് ഈ ഉത്സവം കഴിയണത് വരെ ഞങ്ങളുടെ വില്ലേജിൽ, ഞങ്ങളുടെ ഗ്രാമത്തിൽ ആരും ഹോൺ മുഴക്കാറില്ല എന്നാണ് കുട്ടികൾ പറയുന്നത്. ഐ ആം സോറി. അപ്പം ഈ വന്ന മനുഷ്യൻ പറയും, ക്ഷമിക്കണം, എനിക്കിത് അറിയില്ലായിരുന്നു, ക്ഷമിക്കണം എന്ന് പറയും. ഇനി ആക്ടിവിറ്റി 8. വി മേക്ക് മെനി ഡെക്കറേറ്റീവ്സ് യൂസിങ് പേപ്പർ. ലെറ്റ്സ് മേക്ക് എ പേപ്പർ ലാറ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ അലങ്കരിക്കാൻ വേണ്ടി ഒത്തിരി പേപ്പർ കൊണ്ടുള്ള തോരണങ്ങൾ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ അതുപോലെ നമുക്കൊരു ലാൻറ്റൺ, ഒരു വിളക്കുണ്ടാക്കാം.
പേപ്പർ വിളക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള സ്റ്റെപ്പുകളാണ് കാണിച്ചിട്ടുള്ളത്. ഒരു പേപ്പർ എടുക്കുക, ആ പേപ്പർ എന്ത് ചെയ്യണം, മടക്കുക. രണ്ടാക്കി മടക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, നടുഭാഗത്തു നിന്ന് മേലേക്ക് മുഴുവനും കട്ട് ചെയ്യേണ്ട, ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ലാൻറ്റേൺ കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ആക്ടിവിറ്റി കഴിഞ്ഞു. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി, ക്യാൻ യു മേക്ക് എ ക്രൗൺ ബേസ്ഡ് ഓൺ ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, റൈറ്റ് പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ അണ്ടർ ഈച്ച് പിക്ചർ. അപ്പോൾ താഴെ നമുക്ക് 4-5 പിക്ചർ കൊടുത്തിട്ടുണ്ട്, 6 പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ 6 പിക്ചറിനകത്ത് നമുക്ക് ഇൻസ്ട്രക്ഷൻ എഴുതി ചേർക്കണം, എന്താ ചെയ്യുന്നത് എന്നുള്ളത് എഴുതി ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ കട്ട് എ പേപ്പർ പ്ലേറ്റ് ഇൻ ദി ഷേപ്പ് ഓഫ് എ ക്രിസെൻറ്റ്. ഒരു ക്രിസെൻറ്റ് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ എന്ത് ചെയ്യണം, ഒരു പേപ്പർ പ്ലേറ്റ് കട്ട് ചെയ്തെടുക്കുക. പെയിൻറ്റ് ഇറ്റ് ബ്ലൂ, ഡ്രോ സ്റ്റാർസ് യൂസിങ് വൈറ്റ് പെയിൻറ്റ് ഇറ്റ് ബ്ലൂ, അത് നീല കൊണ്ട് കളർ അടിക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, വെള്ള പെയിൻറ്റ് കൊണ്ട് സ്റ്റാറുകൾ വരയ്ക്കാം. കട്ട് ട്രയാങ്കിൾസ് ഇൻ റെഡ് ആൻഡ് വൈറ്റ് ചാർട്ട്സ്. ചുവന്ന ചാർട്ടിലും വെള്ള ചാർട്ടിലും നമ്മൾ എന്ത് ചെയ്യണം, ത്രികോണങ്ങൾ വെട്ടിയെടുക്കുക. പേസ് ദ ട്രയാങ്കിൾസ് ആസ് ഷോൺ ദ ഫിഗർ. താഴത്തെ ആ കൊടുത്തിരിക്കുന്ന പിക്ചറിലെ പോലെ, ആ ഒരു ചിത്രത്തിലെ പോലെ നമ്മൾ എന്ത് ചെയ്യണം, ട്രയാങ്കിൾസ് ഒട്ടിക്കുക. അറ്റാച്ച് സ്ട്രിങ് ടു ബോത്ത് സൈഡ് ഓഫ് ദി ക്രൗൺ. ഓഫ് ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് മാഞ്ഞു പോയതാണ്. അറ്റാച്ച് സ്ട്രിങ് ടു ബോത്ത് സൈഡ്സ് ഓഫ് ദ ക്രൗൺ. ആ ക്രൗണിൻ്റെ 2 സൈഡിലും എന്ത് ചെയ്യണം, സ്ട്രിങ് അറ്റാച്ച് ചെയ്യണം. പ്ലേസ് ദ ക്രൗൺ ഓൺ യുവർ ഹെഡ് ആൻഡ് ടൈ ദ സ്ട്രിങ്. തലയിൽ വെക്കുക, നിങ്ങളുടെ തലയിൽ ആ ക്രൗൺ വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം, സ്ട്രിങ് കെട്ടിക്കൊടുക്കുക. അങ്ങനെ നമ്മുടെ ക്രൗൺ റെഡിയായി. ഇനി ആക്ടിവിറ്റി 9 ആണ്. ഐഡൻറ്റിഫൈ ദ ബേർഡ്സ് ഫ്രം ദ പിക്ചർ, കളർ ദം സ്യൂട്ടബിളി ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. ഇനി താഴെ നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ തന്നിട്ടുണ്ട്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചറിൽ കുറേ ബേർഡ്സിൻ്റെ ചിത്രമുണ്ട്. ഇത് ഏതൊക്കെ ബേർഡ്സ് ആണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അത് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം, താഴെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, ആ ബോക്സിൽ എഴുതണം. ഈ പിക്ചറിനകത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ ഏതൊക്കെ ബേർഡ്സ് ഇതിനകത്തുള്ളതെന്ന്. പീകോക്ക് ഉണ്ട്, സ്ട്രോക്ക്, ക്രോ, ടൂക്കൻ, ഡക്ക്, വുഡ്പെക്കർ, പാരറ്റ്, ഹെൻ. അപ്പോൾ ഇത്രയും ബേർഡ്സാണ് അതിനകത്തുള്ളത്. അപ്പോൾ നമ്മൾ ആ ബേർഡ്സിൻ്റെയൊക്കെ പേരെഴുതി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ ചിത്രത്തിന് നിറം കൊടുക്കുക. എഗ്സ് ടു ചിക്ക്. ദർ ഇസ് എ ഗെയിം ഫോർ യു. യൂസ് എ ഡൈസ് ആൻഡ് പ്ലേ ദ ഗെയിം അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻ ഓഫ് യുവർ ടീച്ചർ. അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു ഗെയിമാണ് തന്നിട്ടുള്ളത്. അത് എന്ത് ഗെയിമാണ്, ഡയസ് വെച്ചിട്ട് കളിക്കാനുള്ള ഗെയിമാണ്. ഈ ഏണിയും പാമ്പൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഇടില്ലേ ആ ഒരു ഡയസ്, അത് വെച്ചിട്ടുള്ള ഗെയിമാണ് കളിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ് കളിക്കുക, ആ ഡയസിൽ വീഴുന്ന നമ്പർ ഏതാണോ ആ നമ്പറിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതാണ് ഡ്രിങ്ക് മിൽക്ക് ആൻഡ് ഗോ ടു കോളം 17. അപ്പോൾ 12 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, പാല് കുടിച്ചിട്ട് 17ാമത്തെ കോളത്തിൽ പോയി നിൽക്കണം. ഡേഞ്ചർ ഗോ ടു കോളം 3. 9ാമത്തെ കോളത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഡേഞ്ചറാണ്, 3ാമത്തെ കോളത്തിൽ പോയി നിൽക്കണം. അപ്പോൾ 1, 2, 3 കണ്ടില്ലേ, 3ാമത്തെ കോളത്തിൽ പോയി നിന്നു. അങ്ങനെ നമ്മൾ ആ ഗെയിം കംപ്ലീറ്റ് ആക്കാനുള്ളതാണ്. ഫ്രണ്ട്സ് ഹിയർ ഗോ ടു കോളം 20. അപ്പോൾ ഈ 17ാമത്തെ കോളത്തിൽ വന്നാൽ നമുക്ക് എന്താണ് ഗുണമുള്ളത്, 20ാമത്തെ കോളത്തിലേക്ക് പോയിക്കോളാൻ പറയും. ഡേഞ്ചർ ഗോ ടു കോളം 10. 16ാമത്തെ കോളത്തിൽ വന്നാലോ ഡേഞ്ചറാണ്, 10ാമത്തെ കോളത്തിലേക്ക് പോയിക്കോളാൻ പറയും. ഫോക്സ് ഹിയർ ഗോ ടു കോളം 5. 20ാമത്തെ കോളത്തിൽ വന്നു കഴിഞ്ഞാൽ 5ലേക്ക് പോയിക്കോളാൻ പറയും. കൺഗ്രാറ്റുലേഷൻസ് ദ എഗ് ഹാച്ച്ഡ്. 21 വന്നാൽ കൺഗ്രാറ്റുലേഷൻ എഗ് ഹാച്ച്ഡ്, മുട്ട വിരിഞ്ഞു. ഇനി 4ാമത്തെ കോളത്തിൽ വന്നാലോ ഫുഡ് ഈസ് ഹിയർ ഗോ ടു കോളം 7. 4ാമത്തെ കോളത്തിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് 7ാമത്തെ കോളത്തിലേക്ക് പോയിക്കോളാൻ പറയും. അപ്പോൾ നല്ല ഗെയിം ആയിരിക്കുമെന്ന് തോന്നുന്നു, എല്ലാവരും കളിച്ച് നോക്കുക. ആക്ടിവിറ്റി 11. Dimple and Twinkle waited eagerly for the egg to hatch out. They checked it every day. Their mother noticed their daily visit to the hen house. Complete their conversation. അപ്പം നമുക്ക് താഴെ ഒരു കോൺവെർസേഷനാണ് തന്നിട്ടുള്ളത്. അമ്മയും ഡിംപിളും ട്വിങ്കിളും അവരുടെ അമ്മയും കൂടിയുള്ള കോൺവെർസേഷനാണ്. ഇവർ ഇടയ്ക്കിടയ്ക്ക് മുട്ട വിരിഞ്ഞോന്നറിയാൻ വേണ്ടിയിട്ട് കോഴിക്കൂട്ടിൽ പോയി നോക്കുന്നുണ്ട്. ഹെൻ ഹൗസ് അല്ലെങ്കിൽ ഹെൻ താമസിക്കുന്നത് കൂപ്പിലാണ് അല്ലേ, കോഴികൾ താമസിക്കുന്ന അവിടെയാണ് കോഴിക്കൂട്ടിൽ, അതിന് കൂപ്പെന്നും പറയും. അപ്പോൾ അവിടെ പോയിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ എന്തിനാണ് അവിടെ പോയി നോക്കുന്നതെന്നുള്ള ചോദിക്കുന്നതാണ് ഈ സിറ്റുവേഷൻ. വൈ ഡു യു വിസിറ്റ് ദ ഹെൻ ഹൗസ് എവറി ഡേ? നിങ്ങൾ എന്തിനാണ് കോഴിക്കൂട്ടിൽ പോയി എപ്പോഴും നോക്കുന്നത്? ട്വിങ്കിൾ
വി ആർ വെയിറ്റിംഗ് ഫോർ ദ എഗ് ടു ഹാച്ച് അമ്മ. ഞങ്ങൾ മുട്ട വിരിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അമ്മ. അപ്പോൾ മദർ പറയാണ്, ഓ സോ ദാറ്റ് ഈസ് വൈ യു ലുക്ക് സോ എക്സൈറ്റഡ്. വാട്ട് ഡു യു ഹോപ്പ് ടു സീ? അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്ര ആകാംക്ഷയോടെ നിൽക്കുന്നതല്ലേ, നിങ്ങൾക്ക് എന്ത് കാണണമെന്നാണ് ആഗ്രഹമുള്ളത്? അപ്പോൾ ഡിംപിൾ പറയും, എ ടൈനി ചിക്ക് പീക്കിംഗ് അറ്റ് us. ഒരു ചെറിയ കോഴിക്കുഞ്ഞ് ഞങ്ങൾ നോക്കുന്നതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. ആക്ടിവിറ്റി 12. ദ ബേബി ഓഫ് എ ബേർഡ് ഈസ് ചിക്ക്. നൗ ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്യൂട്ടബിളി. ഒരു ചിക്ക് ബേർഡിൻ്റെ അത് പക്ഷിയുടെ കുഞ്ഞിനെ പറയുന്ന പേര് ചിക്ക് എന്നാണ്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ എന്താണ് വിളിക്കുന്നതെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ബേർഡിൻ്റെത് ചിക്കാണ്. ക്യാറ്റ്, കിറ്റൻ, കൗ, കാഫ്, ഡോഗ്, പപ്പി. ഇത്രയാണ് ടെക്സ്റ്റിലുള്ളത്. പക്ഷെ ഇതല്ലാതെ കുറച്ചുകൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികൾക്ക് വേണ്ടി നമ്മളിതെന്താണെങ്കിലും ഇതൊന്ന് പഠിപ്പിക്കാൻ വേണം. ലയൺ, കബ് അവർ ഓറൽ പഠിച്ചോട്ടെ, എഴുതാൻ പഠിച്ചില്ലെങ്കിലും അവർ പറയാനെങ്കിലും പഠിച്ചോട്ടെ. ലയൺ, കബ്, ഡക്ക്, ഡക്ലിംഗ്, ഹോഴ്സ്, ഫോൾ, കാംഗ്രൂ, ജോയ്, ഷീപ്പ്, ലാംബ്, റാബിറ്റ്, ബണ്ണി, ഡിയർ, ഫോൺ, പിഗ്, പിഗ്ലെറ്റ്. ഇത് ഒന്ന് പറഞ്ഞെങ്കിലും പഠിച്ചോട്ടെ, അത് നല്ലതാണ് അറിഞ്ഞിരിക്കുന്നത്. ആക്ടിവിറ്റി 13. ഗോൾഡി swam in the river. The hen and chicks could not swim. Do you know why? So I can swim. അപ്പോൾ ഗോൾഡി ആ നദിയിൽ നീന്തി തുടിച്ചു. പക്ഷേ കോഴിക്കുഞ്ഞുങ്ങൾക്കും നീന്താൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഐ കാൺ സ്വിം ബട്ട് ഐ ക്യാൻ വാക്ക്. അപ്പോൾ കോഴിക്കുഞ്ഞ് പറയുകയാണ് എനിക്ക് നീന്താൻ പറ്റില്ല. അപ്പോൾ ഗോൾഡി പറയുകയാണ് എനിക്ക് നീന്താൻ പറ്റും. അപ്പോൾ കോഴിക്കുഞ്ഞ് പറയുകയാണ് എനിക്ക് നീന്താൻ പറ്റില്ല, എനിക്ക് നടക്കാനേ പറ്റുള്ളൂ. ഐ കാൺട്ട് ഫ്ലൈ ഹൈ ബട്ട് ഐ ക്യാൻ സ്വിം. എനിക്ക് പറക്കാൻ സാധിക്കുമെന്ന് പ്രാവ് പറയാണ്. അപ്പോൾ ഫിഷ് പറയാണ് എനിക്ക് പറക്കാൻ സാധിക്കില്ല പക്ഷെ എനിക്ക് നീന്താൻ സാധിക്കുമെന്ന്. അപ്പോൾ അതൊരു കോൺവെർസേഷൻ്റെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൻ ബിലോ. ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 പിക്ചേഴ്സ്. താഴെ 2 പിക്ചർ വന്നിട്ടുണ്ട്. ആ പിക്ചറിൻ്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ വാട്ടർ ഈസ് ക്ലീൻ, വാട്ടർ ഈസ് നോട്ട് ക്ലീൻ. Crane is standing in the water, crane is not standing in the river. 3 birds are flying in the picture, no birds are flying in the picture too. Land is green, the land is not green. There is a fish in the water, there is no fish in the water. അത്രയാണ് അതിനകത്തുള്ള ഡിഫറൻസസ്. ആക്ടിവിറ്റി 15. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടോൾഡ് ദ ഹോൾ സ്റ്റോറി ടു ഗ്രാൻഡ് പാ. അപ്പോൾ ഈ കഥയെ മുഴുവനും, ഈ നടന്ന സംഭവങ്ങൾ മുഴുവനും ഡിംപിളും ട്വിങ്കിളും കൂടി ഗ്രാൻഡ് പായുടെ അടുത്ത് പറയും, മുത്തശ്ശൻ്റെ അടുത്ത് പറയും. അറേഞ്ച് ദ ഫോളോയിങ് ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ഇൻ ഓർഡർ. ഇത് നമ്മളെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റോറി അതൊന്ന് ഓർഡറിലാക്കാനാണ്. They put the eggs in the hen's house. They named the chick Goldie. The egg hatched out and a beautiful chick came out. Dimple and Twinkle got a golden egg. ഫസ്റ്റ് നമുക്ക് ഉള്ളത് ഫസ്റ്റ് വരുന്ന ഇവൻ്റ് എന്താണ്? ഡിംപിളിനും ട്വിങ്കിളിനും ഒരു സ്വർണ്ണ മുട്ട കിട്ടിയതാണ്. ദേ പുട്ട് ദ എഗ് ഇൻ ദ ഹെൻസ് ഹൗസ്. അപ്പോൾ കോഴിക്കൂട്ടിൽ അത് കൊണ്ടുപോയി വെക്കും. ദ എഗ് ഹാച്ച്ഡ് ഔട്ട് ആൻഡ് എ ബ്യൂട്ടിഫുൾ ചിക്ക് കെയിം ഔട്ട്. മുട്ട വിരിഞ്ഞു, ഒരു ഭംഗിയുള്ള നല്ല സുന്ദരിയായിട്ടുള്ളൊരു കോഴിക്കുഞ്ഞാണ് പുറത്ത് വന്നത്. ഒരു കുഞ്ഞി പക്ഷി ആണ് പുറത്ത് വന്നത്. ദേ നെയിം ദ ചിക്ക് ഗോൾഡി. അവർ ആ കുഞ്ഞി പക്ഷിക്ക് എന്താ പേര് കൊടുത്തത്? ഗോൾഡി എന്നാണ് പേര് കൊടുത്തത്. ഇനി അടുത്ത ആക്ടിവിറ്റി 16 ആണ്. ദ വില്ലേജേഴ്സ് ക്ലീൻ ദ റിവർ. ദേ ഫിക്സ്ഡ് എ നോട്ടീസ് ബോർഡ് നിയർ ദ റിവർ. റൈറ്റ് എ സ്യൂട്ടബിൾ സെൻറ്റൻസ് ഓൺ ഇറ്റ്. അപ്പോൾ വില്ലേജേഴ്സ് എന്ത് ചെയ്തു? ആ മലിനമായി കിടക്കുന്ന ആ ഒരു പുഴേനെ എന്ത് ചെയ്തു? അവർ ക്ലീൻ ചെയ്തെടുത്തു, അവർ വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം അവർ അവിടെ ഒരു നോട്ടീസ് ബോർഡും വെച്ചു. എന്തായിരിക്കും ആ നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടുണ്ടാവുക? നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനത് എഴുതിയിരിക്കുന്നത് അവർ റിവർ, അവർ ലൈഫ്, ഡോണ്ട് പൊല്യൂട്ട്. അതല്ല എങ്കിൽ ക്ലീൻ റിവർ, ഹെൽത്തി വില്ലേജ്, പ്ലീസ് കീപ്പ് ഇറ്റ് ക്ലീൻ. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും എഴുതാം. ഇതല്ലാതെ നിങ്ങളുടെ ഐഡിയയിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് വേണമെങ്കിലും എഴുതി ചേർക്കാം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 17 ആണ്. ദ ഫെസ്റ്റിവൽ സീസൺ കെയിം. ഉത്സവ സീസൺ വന്നു. The villagers prepared a poster to welcome people, help them make it attractive. അപ്പോൾ ഇവരൊരു പോസ്റ്റർ ഉണ്ടാക്കി, ഫെസ്റ്റിവൽ ഓഫ് ബേർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് അട്രാക്റ്റീവ് ആക്കാൻ, ഇത് ആകർഷകമാക്കാൻ വേണ്ടി ഡെക്കറേറ്റ് ചെയ്യാനാണ്, അലങ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള പിക്ചർ വരയ്ക്കാം, ബോർഡർ വരയ്ക്കാം, ഫ്ലവേഴ്സ് വരയ്ക്കാം, ബേർഡ്സിൻ്റെ പിക്ചറോ എന്ത് വേണമെങ്കിലും വരച്ച് നമുക്കത് മനോഹരമാക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇനി ആക്ടിവിറ്റി 18. റീഡ് ദ സെൻറ്റൻസസ് ബിലോ. ഹു സെഡ് ദിസ്.
താഴെ നമുക്ക് കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാരാണ് പറഞ്ഞതെന്നാണ് നമ്മൾ എഴുതേണ്ടത്. വി വിൽ കോൾ യു ഗോൾഡി. ഇപ്പോൾ വി വിൽ കോൾ യു ഗോൾഡി എന്ന് പറഞ്ഞത് ഡിംപിളാണ് അങ്ങനെ ആ ഒരു സെൻറ്റൻസ് പറഞ്ഞത്. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു. ഈ മുട്ടയെ കൂടി ഒന്ന് സംരക്ഷിക്കുമോ എന്ന് ചോദിച്ചത് ഡിംപിളാണ്. ഇത് കോഴീനോടാണ്, തള്ളക്കോഴീനോടാണ് ചോദിച്ചത്. ഈ മുട്ടയെ കൂടി ഒന്ന് നോക്കാവോ, അല്ലെങ്കിൽ ഇതിനെ കൂടി ഒന്ന് ശ്രദ്ധിക്കാവോ എന്ന്. ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ. അങ്ങനെ പറഞ്ഞത് ട്വിങ്കിളാണ്. ഗോൾഡി ആ റിവറിൽ നീന്തുന്നത് കണ്ടപ്പോൾ ട്വിങ്കിളാണ് പറഞ്ഞത് നോക്കൂ ഗോൾഡി നന്നായിട്ട് നീന്തുന്നുണ്ടെന്ന് പറഞ്ഞത്. ക്ലക്ക് ക്ലക്ക്. ക്ലക്ക് ക്ലക്ക് എന്ന് പറഞ്ഞത് ഹെന്നാണ്, കോഴിക്കുഞ്ഞുങ്ങളെ വിളിച്ചതാണ് ക്ലക്ക് ക്ലക്ക് എന്ന് പറഞ്ഞിട്ട്. ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. ഇപ്പോൾ ഗ്രാൻഡ്പയാണത് പറഞ്ഞത്, ഇത് മഴവിൽ പക്ഷിയുടെ കുഞ്ഞാണെന്ന്. ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് ക്ലീൻ ആൻഡ് ക്ലിയർ. അത് പറഞ്ഞത് ഗ്രാൻഡ്പയാണ്. എൻ്റെ ചെറുപ്പകാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ഈ പുഴ നല്ല വൃത്തിയുള്ളതും നല്ല തെളിമയുള്ളതുമായിരുന്നു, നല്ല തെളിച്ചുള്ള വെള്ളമായിരുന്നു എന്ന് ഗ്രാൻഡ്പയാണ് പറഞ്ഞത്. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. നോക്കൂ എന്ത് ഭംഗിയാണ്, എന്ത് ക്യൂട്ടാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് വാത്സല്യം തോന്നുന്ന പോലത്തെ ഒരു കുഞ്ഞാണെന്നാണ് ട്വിങ്കിളാണത് പറഞ്ഞത്. ഇനി ആക്ടിവിറ്റി 19 ഉണ്ട്, ക്രോസ് വേർഡ് പസിലാണ്. ദ വാട്ടർ ഇൻ ദ ഡാഷ് വാസ് ഡേർട്ടി. അത് റിവറാണ്. റിവർ വാസ് ഡേർട്ടി ആയിരുന്നു, അഴുക്കുള്ളതായിരുന്നു. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ നെയിം ദ ചിക്ക് ഗോൾഡി. ഡിംപിളും ടിങ്കിളും കൂടി ആ പക്ഷിക്കുഞ്ഞിന് എന്താ പേര് കൊടുത്തത്? ഗോൾഡി എന്ന് പേര് കൊടുത്തു. വൺ ഡേ ഗ്രാൻഡ്പ വിസിറ്റഡ് ദ ചിൽഡ്രൻ. ഒരു ദിവസം ആരാണ് അവരെ വിസിറ്റ് ചെയ്തത്? ഗ്രാൻഡ്പ. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഹരിതഗിരി ഒരു മനോഹരമായിട്ടുള്ള ഗ്രാമമാണ്. ദ വില്ലേജേഴ്സ് ഡെക്കറേറ്റഡ് ദ ഹൗസ് ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ദ ബേർഡ്സ്. വില്ലേജേഴ്സ് ഗ്രാമവാസികൾ പക്ഷികളുടെ ഉത്സവത്തിന് വേണ്ടി അവരുടെ വീടുകൾ അലങ്കരിച്ചു. ഇനി അതെല്ലാം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഗ്രാൻഡ്പ, ഗോൾഡി, വില്ലേജ്, ഫെസ്റ്റിവൽ, റിവർ, ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഇനി ആക്ടിവിറ്റി 20 ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. ഈ പാട്ടിന് കൂടുതൽ വരികൾ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആ പാട്ട് നമുക്ക് ആദ്യം നോക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള പാട്ടാണ്. ബട്ടർഫ്ലൈയിൽ ഈ പാട്ട് കൊടുത്തിട്ടുണ്ട്, ഈ ഒരു പോം കൊടുത്തിട്ടുണ്ട്. ബേർഡി ഫ്ലൈ സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ, സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിങ്സ് സോ ഫ്രീ, when the summer ends it flies back with friends, will you come again when the summer sun glows, its feathers shine so bright glowing in the light, it hops from branch to branch, in nature's song it chants. അപ്പോൾ ഇതാണ് ഞാൻ എഴുതിയ പാട്ട്. ഇതല്ലാതെ വേണമെങ്കിൽ കുറച്ചുകൂടി നല്ല പാട്ടുകൾ നിങ്ങൾക്ക് എഴുതാട്ടോ, നിങ്ങളുടെ ഭാവന അനുസരിച്ചിട്ട്. അപ്പോൾ ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.